പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ പൊന്നു തമ്പുരാൻ്റെ പാദപീഠത്തിൽ അവിടുത്തെ സ്വർഗീയ ശബ്ദത്തിന് കാതോർത്ത് ചേർന്നിരിപ്പാൻ നമുക്ക് ഭാഗ്യവും സന്ദർഭവും ഒരുക്കി തന്ന നല്ലവനായ ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ട് തൃപ്പാദപീഠത്തിൽ നമുക്ക് ഇരിക്കാം. ദൈവമക്കളെ, ഇന്ന് നാം വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് ചേരുമ്പോൾ നമ്മുടെ ധ്യാന ചിന്തയ്ക്ക് വിഷയമായി തീരേണ്ടതിന് ശുദ്ധമുള്ള പൗലോസ് ശ്ലീഹ കൊലോസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 6-7 തിരുവചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പി, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്ന അതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ എന്ന് അപ്പോസ്തലനായ പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ കർത്താവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ എന്നതാണ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവിനോടുള്ള അഭേദ്യമായ കൂട്ടായ്മ ബന്ധത്തിൽ ജീവിതം ചിട്ടപ്പെടുത്തുവാനുള്ള അതിശക്തമായ ഒരാഹ്വാനമാണ് അപ്പോസ്തലനായ പൗലോസ് നൽകുന്നത്. ഇതേ ആഹ്വാനം വിശുദ്ധനായ യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ലേഖനങ്ങളുടെ 1-ാമത്തെ ലേഖനത്തിലെ ആരംഭവാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-4 തിരുവചനങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങളിത് നിങ്ങൾക്ക് എഴുതുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരു വലിയ കൂട്ടായ്മയാണ് ദൈവത്തോട് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. കൂട്ടായ്മ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, കേവലം പരിചയമല്ല, സ്നേഹബന്ധമോ അടുപ്പമോ എന്നതിലൊക്കെ അപ്പുറത്ത് കൂട്ടായ്മ എന്ന് പറയുന്നത് വേർപിരിക്കാനാകാത്ത, ഇഴപിരിക്കാനാകാത്ത ഒരാത്മബന്ധമാണ്. കർത്താവിൽ ഞാൻ ഒന്നാവുക, കർത്താവ് എന്നിൽ ഒന്നാവുക, രണ്ടെന്നില്ലാതെ രണ്ടും ഒന്നാകുന്ന ഒരവസ്ഥയാണ് കൂട്ടായ്മ. 2 ചിന്തകളില്ല, 2 മനസ്സുകളില്ല, 2 ആലോചനകളില്ല, 2 ഇംഗിതങ്ങളില്ല, 2 പ്രതീക്ഷകളുമില്ല. എന്ന് വെച്ചാൽ എൻ്റെ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെ ഞാനും ആഗ്രഹിക്കുക, ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ. എൻ്റെ ദൈവം എന്താണോ വിഭാവനം ചെയ്യുന്നത് അത് തന്നെ ഞാനും വിഭാവനം ചെയ്യുക. കർത്താവിൻ്റെ പദ്ധതി എന്താണോ അത് എൻ്റെ പദ്ധതിയായി മാറുക. ചുരുക്കത്തിൽ ഞാൻ കർത്താവിൽ ഒന്നായി കർത്താവായിത്തീരുന്ന ഒരവസ്ഥ സംഭവിക്കുക. ഇതിൻ്റെ പേരാണ് പ്രിയപ്പെട്ടവരെ കൂട്ടായ്മയുടെ ആഴമെന്നൊക്കെ പറയുന്നത്. നാം പലപ്പോഴും അടുത്ത് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, ചേർന്ന് നിൽക്കാനും കുറേ കൂടെ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷെ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് അടുപ്പമോ ചേർന്ന് നിൽക്കലോ ഒന്നുമല്ല, ക്രിസ്തുവിലായിത്തീരുന്ന ഒരവസ്ഥയാണ്. ഈ നിലകളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒരു വലിയ പ്രതീക്ഷയോടെ വളർത്തിയെടുക്കാനാണ് അപ്പോസ്തലൻ പറയുന്നത്. ഈ കൂട്ടായ്മ ബന്ധത്തിൽ ചേർക്കപ്പെട്ടിരുന്നാൽ നാം നമ്മുടെ ജീവിതത്തിൽ സമ്പൂർണ്ണ വിശുദ്ധി സമ്പാദിക്കുന്നു എന്നതാണ് പ്രധാനം. ക്രിസ്തുവായിത്തീരുന്ന ഒരവസ്ഥ, അതിനെ വേറൊന്നുമായി നമുക്ക് വ്യതിചലിപ്പിക്കാനായിട്ട് കഴിയില്ല. നമ്മൾ സമസ്തവും ക്രിസ്തുവിലായിത്തീരുന്ന ഒരവസ്ഥ, ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരിപൂർണത എന്നൊക്കെ പറഞ്ഞു വയ്ക്കേണ്ടത്. സത്യത്തിൽ ദൈവം വിഭാവനം ചെയ്തിരിക്കുന്നതും അതുതന്നെയാണ്. ഈ മനുഷ്യരെല്ലാവരെയും ദൈവത്തിൽ ഒന്നിപ്പിക്കുക. ആ ഒരു വലിയ കൂട്ടായ്മ ബന്ധത്തിലേക്ക് നാം സ്വയം സമർപ്പിതരാകണമെന്നാണ് ഇന്നത്തെ ധ്യാനം നമുക്ക് നൽകുന്നത്. പക്ഷെ നമുക്കൊരു കുഴപ്പമുള്ളത്, നാം ദൈവത്തെ ഉപയോഗിക്കുന്നു. നമ്മുടെ കാര്യസാധ്യങ്ങൾക്ക്, നമ്മുടെ സംരക്ഷണത്തിന്, നമ്മുടെ പരിപാലനത്തിന്, നമ്മുടെ നടത്തിപ്പുകൾക്ക് ദൈവം വേണം. അതിലുപരി ദൈവത്തിലേക്ക് ഒന്നിക്കുക, ദൈവത്തിലേക്ക് ഏകീഭവിക്കുക, ദൈവത്തിൽ ഒന്നാവുക, ഇതൊന്നും നമുക്ക് താല്പര്യമുള്ള സംഗതിയല്ല. എന്തുകൊണ്ടെന്നാൽ അത് നമുക്കിത്തിരി റിസ്ക്കുള്ള കാര്യമാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിലെ ചില താല്പര്യങ്ങളും ചില മോഹങ്ങളും ചില പ്രതീക്ഷകളും ചില സ്വപ്നങ്ങളും ഉപേക്ഷിച്ചാൽ മാത്രമേ ക്രിസ്തു എന്ന നിസ്തുല സത്യത്തിൽ ഒന്നാകാൻ കഴിയുകയുള്ളൂ.
നമ്മളെന്നും ലാഭേച്ഛുക്കളും ലാഭം മാത്രം പ്രതീക്ഷിച്ച് എന്തും ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയും ദൈവസന്നിധിയിലുള്ള നിൽപ്പും പോലും ഈ ലാഭേച്ഛ ഉള്ളിലിട്ടുകൊണ്ടാണ്. ശരിയായ ക്രിസ്തീയ ജീവിതം ലാഭം പ്രതീക്ഷിക്കുന്നതല്ല, ശരിയായ ക്രിസ്തീയ ജീവിതം നഷ്ടം സഹിക്കുന്നതാണ്. ലോകപ്രകാരമുള്ള നഷ്ടങ്ങളിലൂടെ ആത്മപ്രകാരമുള്ള ലാഭം അളവില്ലാതെ അനുഭവിക്കുന്നതിൻ്റെ പേരാണ് ആത്മീയത. ഈ നിലകളിലേക്കൊരു വളർച്ചയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യാവശാൽ പലപ്പോഴും നാം ദൈവത്തെ മനസ്സിലാക്കുന്നതിൽ ഒരുപാട് വൈകൃതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ദൈവത്തെ ഈ കാലഘട്ടത്തിൽ ആളുകൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് എൻ്റെ ആശകളും ആഗ്രഹങ്ങളും അളവില്ലാതെ നടത്തിത്തരാനുള്ള അതിന് ചുമതലപ്പെട്ട ഒരാൾ, അതവൻ ചെയ്തിരിക്കണം. ഞാൻ ചോദിക്കുമ്പോൾ ചോദിക്കുന്ന കാര്യങ്ങൾ ചോദിക്കുന്ന അളവിൽ ചോദിക്കുന്നത് പോലെ തന്നുകൊണ്ടിരിക്കണം. എങ്കിൽ ഞാൻ ആരാധിക്കും, എങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും, എങ്കിൽ ഞാൻ മഹത്വപ്പെടുത്തും. ഞാൻ ചോദിക്കുന്ന ദൈവം തന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തെ കുറ്റപ്പെടുത്തും, ദൈവത്തെ നിഷേധിക്കും, ദൈവത്തെ ഉപേക്ഷിക്കും, മറ്റു ദൈവങ്ങളെ തേടിപ്പോകും. ഇതാണല്ലോ ഇന്നിൻ്റെ ഒരു വലിയ തകരാറ്. ദൈവമക്കളെ, ക്രിസ്തുവിൽ ഒന്നിക്കുക. ദൈവം നമുക്ക് വേണ്ടി ചെയ്തതൊന്നും നാം ചോദിച്ചതിലുപരിയാണ്. എന്ന് വെച്ചാൽ ചോദിക്കാതെയാണ് ഏറെ കാര്യങ്ങളും അവൻ നമുക്ക് തന്നിട്ടുള്ളത്. ആളുകളുടെ മൊത്തത്തിലുള്ള ഒരു ധാരണ, ഞാനിങ്ങനെ നിലവിളിക്കുന്നത് കൊണ്ടും നിരന്തരം ചോദിക്കുന്നത് കൊണ്ടും ദൈവം എനിക്ക് എന്തെങ്കിലുമൊക്കെ തരുന്നു എന്നതാണ്. എന്നാൽ ആ ധാരണ തികച്ചും തെറ്റാണ്. ദൈവം നമുക്ക് അർഹതപ്പെട്ടതും ആവശ്യമുള്ളതുമായ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും എല്ലാം നാം ചോദിക്കാതെ തന്നിട്ടുള്ളതാണ്. ഉദാഹരണം അച്ഛൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ കാഴ്ചയുള്ള കണ്ണുകൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങിയതല്ല, കേൾവിയുള്ള കാതുകൾ ദൈവത്തോട് ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല, എൻ്റെ സംസാരശേഷിയുള്ള നാവോ ചിന്തിക്കുന്ന ബുദ്ധിയോ ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല, ദൈവം അറിഞ്ഞ ദാനമായി തന്നതാണ്. ഒന്ന് ഓർത്തേ പ്രിയമുള്ളവരെ, അമ്മയുടെ ഗർഭപാത്രത്തിലൊരു ഭ്രൂണമായി രൂപം കൊണ്ടപ്പോഴോ അതിനു മുമ്പോ പ്രാർത്ഥിച്ചതായിട്ടോ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? തമ്പുരാനെ, നീ എന്നെ സൃഷ്ടിക്കണം, നീ എന്നെ സൃഷ്ടിക്കുമ്പോൾ എനിക്ക് കാഴ്ചയുള്ള കണ്ണുകൾ തരണം, കേൾവിയുള്ള കാതുകൾ തരണം, സംസാരശേഷിയുള്ള നാവ് തരണം. ആരും പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ. പ്രാർത്ഥിച്ചിട്ടല്ലല്ലോ തമ്പുരാൻ ഇതൊക്കെ തന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നിരന്തരം നിവേദനങ്ങൾ അർപ്പിച്ചതുകൊണ്ടല്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങളെല്ലാം തമ്പുരാൻ എനിക്ക് തന്നിരിക്കുന്നത്. അതെൻ്റെ അർഹതയാണെന്നറിഞ്ഞ് ദൈവം തൻ്റെ സ്നേഹത്താൽ കാരുണ്യത്താൽ എനിക്ക് ദാനം തന്നതാണ്. ഇപ്പോഴും എനിക്ക് അർഹതപ്പെട്ടതെല്ലാം ചോദിക്കാതെ തരാൻ മാത്രം വിശാലതയുണ്ട് എൻ്റെ ദൈവത്തിന്. ഞാൻ ചെയ്യേണ്ട കാര്യം ഈ തമ്പുരാനോട് ഞാൻ ഒന്നിക്കുക എന്നുള്ളതാണ്. ഞാൻ അവനിൽ ഒന്നായി ചേർന്നാൽ എൻ്റെ ദൈവം വലിയ സന്തോഷത്തിലാകും. ഇതാണ് നമുക്കുണ്ടാകേണ്ട കൂട്ടായ്മ. യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ അതിൻ്റെ ക്ലൈമാക്സ് വരച്ചു വയ്ക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ തിരുവചനം യേശു പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും എപ്രകാരം ഒന്നായിരിക്കുന്നുവോ അപ്രകാരം ഇവരും നമ്മിലൊന്നാകണമെന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പിതാവും പുത്രനും അഭേദ്യമായി ഏകമായി ഒന്നായി, രണ്ടും രണ്ടല്ലാതെ രണ്ടും ഒന്നായി, ഒന്നൊന്നിൽ അലിഞ്ഞു ചേരാതെ രണ്ടും ഒന്നായി, ദൈവീക കൂട്ടായ്മ, പരിശുദ്ധ തൃത്വത്തിൻ്റെ കൂട്ടായ്മ, ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ എപ്രകാരം നിൽക്കുന്നുവോ ആ കൂട്ടായ്മയിൽ ഇവരും ശിഷ്യരും ശേഷം ക്രിസ്തുവിൽ ഒന്നാകേണ്ടിയിരിക്കുന്ന എല്ലാവരും ദൈവത്തിൽ ഒന്നായിത്തീരുക എന്ന അത്യന്തം മഹത്വകരമായൊരു ക്ലൈമാക്സാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ക്ലൈമാക്സ്. ഇതൊന്നും പലർക്കും വേണ്ടവണ്ണം പിടികിട്ടിയിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അരികിൽ ചെന്ന് നിൽക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവത്തോട് നിലവിളിക്കുക, ദൈവത്തോട് നിരന്തരം ചോദിക്കുക, ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ നേടുക. അതിലുപരി ദൈവത്തിൽ ഒന്നാകുന്ന അത്യന്തം ശ്രേഷ്ഠവും പരമവുമായ കൂട്ടായ്മയുടെ ആഴവും പരപ്പും ബന്ധവും നമ്മുടെ ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ക്ഷമിക്കണമേ, ഈ വലിയ ബന്ധമാണ് ഇന്ന് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ക്രിസ്തുവിൽ നിങ്ങൾ ഒന്നായിത്തീരുക, വേർപിരിക്കാനാകാത്ത ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ ഇഴുകിച്ചേരുക. ഈ ഒരു കൂട്ടായ്മയാണ് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. യേശു ക്രിസ്തു പറഞ്ഞു വച്ചിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കർത്താവ് തുടർന്ന് സംസാരിക്കുന്നത് ഞാൻ ജീവൻ്റെ അപ്പമാണ് എന്ന മനോഹരമായ മർമ്മമാണ്. അപ്പം കൊടുത്തിട്ട് അപ്പത്തെക്കുറിച്ച് പറഞ്ഞവൻ അത് മനോഹരമായി പറഞ്ഞിരിക്കുന്നു.
ഈ 6-ാം അധ്യായത്തിൻ്റെ 53, 54 തിരുവചനങ്ങളിൽ എത്തുമ്പോൾ യേശു മർമ്മം പിളർന്ന് പറഞ്ഞു വയ്ക്കുന്നത് ശ്രദ്ധിക്കുക. ആമേൻ, ആമേൻ, സത്യമായിട്ടും സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം ഭക്ഷിക്കാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവന് നിത്യജീവൻ ഉണ്ട്. അവസാന പുനരുത്ഥാന നാളിൽ ഞാൻ അവനെ ഉയിർത്തെഴുന്നേൽപ്പിക്കും. ഇത് പറഞ്ഞത് യോഹന്നാൻ അപ്പോസ്തലനല്ല, ഇത് പറഞ്ഞത് പ്രസംഗിക്കുന്ന അച്ഛനുമല്ല, ഇത് പറഞ്ഞത് സാക്ഷാൽ യേശു മശിഹ തമ്പുരാനാണ്. മാറ്റം വന്നുകൂടാത്ത യാഥാർത്ഥ്യങ്ങളെ വിളംബരം ചെയ്യുമ്പോഴാണ് ആമേൻ, ആമേൻ എന്ന ആമുഖത്തോടെ കർത്താവ് പറഞ്ഞു തുടങ്ങുന്നത്. ഇവിടെ അങ്ങനെ തന്നെ ഒരു ആമുഖത്തോടെയാണ് കർത്താവ് ഈ വാക്കുകൾ പറഞ്ഞത്. സത്യമായിട്ടും സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനി പറയുന്നത് മാറ്റം വന്നുകൂടാ. നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം ഭക്ഷിക്കണം, അവൻ്റെ രക്തം കുടിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തെക്കുറിച്ചാണ് യേശു മശിഹ ഇവിടെ പറഞ്ഞത്. ചിലർക്കെങ്കിലും ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ആവശ്യമില്ലാത്ത ചില തെറ്റിദ്ധാരണകളുണ്ട്. ചിലരങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ചിലരതിനെ അവഹേളിക്കാനും നിഷേധിക്കാനുമൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് ഭയങ്കര മിടുക്കാണെന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് കൈയടിക്കാൻ കുറേ ആളുകളുമുണ്ട്. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞൊരു പ്രമാണത്തെ പൊളിച്ചെഴുതിക്കൊണ്ട് ഞാൻ യേശുക്രിസ്തുവിനേക്കാൾ വലിയവനാണെന്ന് ആരും പറയാതിരിക്കട്ടെ. യേശുക്രിസ്തു പറഞ്ഞതൊന്നും ഒരിക്കലും അബദ്ധമായി പറഞ്ഞതല്ല. അവനത് വ്യക്തതയോടെ പഠിപ്പിച്ചതാണ്. എൻ്റെ മാംസം ഭക്ഷിക്കാതെയും എൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു. നിങ്ങളിത് വാങ്ങി ഭക്ഷിച്ച് പാനം ചെയ്യുവീൻ. കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും നിത്യജീവനും വേണ്ടി ഇത് നൽകപ്പെടുന്നു എന്ന് സിഹിയോൻ മാളികയിൽ വെച്ച് തിരുവത്താഴം സ്ഥാപിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു വെച്ചതായ മർമ്മം മനസ്സിൽ ഉറപ്പിക്കണം. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ മാംസരക്തങ്ങളാകുന്ന പരിശുദ്ധ കുർബാന ഒരു വിശ്വാസി വിശ്വാസപൂർവം സ്വീകരിക്കുമ്പോൾ യേശു പറഞ്ഞതോർക്കുക, ഞാൻ അവനിലും അവൻ എന്നിലും ആയിത്തീരുന്നു. യേശുക്രിസ്തു ഒരു വ്യക്തിയിൽ ആയിത്തീരുക, ഒരു വ്യക്തി യേശുക്രിസ്തുവിലായിത്തീരുക. അതെ, ഈ പരിശുദ്ധ കുർബാന അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ മാംസരക്തങ്ങൾ യേശുക്രിസ്തുവാണ്. പദാർത്ഥമയമായി ക്രിസ്തു ഒരാളിൽ രൂപം കൊള്ളുകയാണ്, അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെടുകയാണ്. ഈ വ്യക്തി യേശുക്രിസ്തുവായി രൂപപ്പെടുകയാണ്. ക്രിസ്തു എന്നിൽ വന്നാൽ എനിക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാട്, ക്രിസ്തുവിൻ്റെ നിലപാട്, ക്രിസ്തുവിൻ്റെ ദർശനം, ഞാൻ സത്യത്തിൽ ക്രിസ്തുവായി രൂപപ്പെടുന്ന ഒരവസ്ഥ. അത് ചേർത്ത് വെച്ചാൽ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുവചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വരച്ചു വെച്ചിട്ടുണ്ട്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ മുഴുവനും പുതിയതായി തീർന്നിരിക്കുന്നു. എങ്ങനെയാണ് ക്രിസ്തുവിലാവുക? അതിവിടെ പറഞ്ഞതാണ്. എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഇത് കണക്ട് ചെയ്ത് വരുമ്പോൾ വളരെ മാധുര്യമേറിയ ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ ഒരു ജീവിത ശൈലിയാണ് ഇത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്തു എന്നിലും ഞാൻ ക്രിസ്തുവിലുമായി തീരുക, അപ്പോൾ ഒരു പുതിയ സൃഷ്ടിയായിത്തീരും. പഴയത് പാടെ കഴിഞ്ഞു പോകുന്നു. പഴയതിനിയില്ല, പഴയ മനുഷ്യനില്ല, പഴയ ചിന്താഗതിയില്ല, പഴയ പാരമ്പര്യവുമില്ല. ക്രിസ്തുവിൽ ഒന്നാക്കപ്പെട്ട ഒരവസ്ഥയിലേക്കായിത്തീരുക. ഇതാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആനന്ദം എന്നൊക്കെ പറയുന്നത്. ഈ നിലകളിൽ ഇത് രുചിച്ചറിയുവാനും ബോധ്യപ്പെടുവാനും നമുക്ക് കഴിയണം. കർത്താവ് ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ എന്നെ ഉപയോഗിക്കുകയല്ല വേണ്ടത്, എൻ്റെ കൂട്ടായ്മയിൽ ഒന്നാവുകയാണ് വേണ്ടത്. നമ്മുടെ തെറ്റ് നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ തെറ്റ് നമ്മൾ തിരുത്തണം. കർത്താവിനെ ഉപയോഗിക്കുകയല്ല നമുക്ക് ആവശ്യം, കർത്താവിൽ ഒന്നാവുകയാണ് നമുക്ക് ആവശ്യം. ഈ ലോകത്ത് എന്തൊക്കെ നേടിയാലും എത്രയൊക്കെ സുഖലോലുപതയിൽ ജീവിച്ചാലും ഒരു ദിവസം ഈ ലോകത്തുള്ളതൊക്കെ നമുക്ക് നഷ്ടപ്പെടും. ഈ ലോകവും നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ ഈ ലോകം വിട്ടു പിരിയും. നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല. ഈ ലോകത്തുള്ളതൊന്നും നമ്മുടേതല്ല.
ഈ ലോകത്തിനപ്പുറത്ത് കർത്താവിൽ ഒന്നായാൽ കർത്താവിൻ്റെ മഹത്വരാജ്യത്തിൽ അവർണ്ണനീയമായ ആനന്ദത്തിൽ ദൈവത്തോടുകൂടെ ഇരിപ്പാൻ ഭാഗ്യകരമായ വിളി ലഭിച്ചവരാണ് നമ്മൾ. ഈ വിളിയിലേക്ക് ചുവട് വെച്ച് കയറാനാണ് ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർ ശ്രദ്ധ വയ്ക്കേണ്ടത്. ഇത് ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, ലോകത്തുള്ള സകല മനുഷ്യർക്കും ഭാഗ്യകരമായി പ്രാപിക്കാവുന്ന സൗജന്യദാനമായ ഒരു അനുഭവമാണ്. അതെല്ലാവരും ഉള്ളിൽ സ്വാംശീകരിച്ചുകൊണ്ട് ഈ ദൈവസ്നേഹത്തിലേക്ക് ഒന്നിക്കണം. തിരിച്ചറിയേണ്ട വലിയ ഒരു കാര്യം നമ്മുടെ ദൈവം ശിക്ഷിക്കുന്ന ദൈവമല്ല എന്നുള്ളതാണ്. പലരും അങ്ങനെ ധരിച്ചു വച്ചിട്ടുണ്ട്. ദൈവത്തെ പേടിയോടെ കാണുക, ദൈവത്തെ ഭയപ്പെടുക, അല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കുന്നവനാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. എന്നിട്ട് ഭയത്തിൽ നിന്ന് ദൈവം ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുക. അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ഭയമാണ്. പ്രിയപ്പെട്ടവരെ, മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നതും അവർക്ക് വിധേയപ്പെടുന്നതും അവരോട് ചേർന്ന് നിൽക്കുന്നതും അവർ പറയുന്നത് അനുസരിക്കുന്നതും മാതാപിതാക്കൾ ശിക്ഷിക്കുമെന്ന ഭയം കൊണ്ടാണെങ്കിൽ അവിടെ സ്നേഹത്തിന് സ്ഥാനമില്ല. മാതാപിതാക്കൾ എന്നെ സ്നേഹിക്കുന്നു, അവരെന്നെ വല്ലാതെ കരുതുന്നു, അവരെന്നെ അങ്ങേയറ്റം എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു, അവരുടെ ഹൃദയത്തിലാണ് എനിക്ക് ഇടമുള്ളത്, അതുകൊണ്ട് ഞാൻ അവരോട് പറ്റിച്ചേർന്ന് നിൽക്കണമെന്ന ആന്തരിക ബോധം സ്നേഹത്തിൽ നിന്ന് ഉടലെടുത്തിട്ടാണ് ഒരു കുഞ്ഞ് തൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതെങ്കിൽ, ആദരിക്കുന്നതെങ്കിൽ, അനുസരിക്കുന്നതെങ്കിൽ അത് കാമ്യമായിരിക്കുന്ന സ്നേഹത്തിലധിഷ്ഠിതമായൊരു ബന്ധമാണ്. നമ്മുടെ കർത്താവ് നമുക്ക് തന്നത് സ്നേഹപൂർവമായ ഒരു സമർപ്പണമാണ്. കർത്താവ് നമുക്ക് ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത് സ്നേഹപൂർണമായ സമർപ്പണമാണ്. നാം കർത്താവിന് തിരികെ കൊടുക്കേണ്ടത് ആ സ്നേഹത്തോടുള്ള പ്രതികരണമാണ്. അപ്പോൾ ഒരു ഭയവുമില്ലാതെ ദൈവത്തിൽ ഒന്നാക്കപ്പെടുന്ന ഒരു പരിപൂർണതയിലേക്കാണ് ക്രിസ്ത്യാനി വളർന്നു കയറേണ്ടിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ആത്മബന്ധത്തിൻ്റെ ആഴം ജീവിതത്തിൽ തിരിച്ചറിയാനാണ് ഇന്ന് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, ഞങ്ങൾക്ക് കൂട്ടായ്മയുള്ളത് പിതാവിനോടും അവൻ്റെ ഏകജാതനായ പുത്രൻ ക്രിസ്തുവിനോടുമാണ്. അതുപോലെ നിങ്ങൾക്കും ക്രിസ്തുവിലൊരു കൂട്ടായ്മ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നാണ്. പൗലോസും യോഹന്നാനും ഒരുപോലെ പറയുന്നത് ഈ കൂട്ടായ്മയിൽ നാം ഉറയ്ക്കണമെന്നാണ്. അപ്പോൾ ഇന്ന് നാം ഒരു ദർശനത്തിലെത്തേണ്ടത് ദൈവത്തിൽ ഒന്നിക്കുക, ദൈവ കൂട്ടായ്മയിൽ ഒന്നിക്കുക, വേർപിരിക്കാനാകാത്ത, ഇഴപിരിക്കാനാകാത്ത ആഴമേറിയ ആത്മബന്ധത്തിൽ ക്രിസ്തുവിലൊന്നാവുക. ഈ നിലകളിലേക്കാണ് ആത്മീയ ജീവിതം വളരേണ്ടിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് സത്യത്തിലൊരു വലിയ രഹസ്യമാണ്. ഇത് മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. ക്രിസ്തു എന്നിലും ഞാൻ ക്രിസ്തുവിലും ഒന്നിക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയെ വിശുദ്ധ രഹസ്യം എന്ന് വിശുദ്ധ പിതാക്കന്മാർ വിഭാവനം ചെയ്തതും പേര് വിളിച്ചതും. ഓർക്കുക, ഇതൊരു രഹസ്യമാണ്. ദൈവം എന്നിലായിത്തീരുക, ഞാൻ ദൈവത്തിലായിത്തീരുക, വേർപിരിക്കാനാകാത്ത ആത്മബന്ധമുണ്ടാവുക. ഇതിൻ്റെ പേരാണ് കൂട്ടായ്മ. അതോട് ചേർത്ത് വെച്ച് ഈ കൂട്ടായ്മയിൽ നിലനിൽക്കുമ്പോൾ പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്നത് പോലെ ചില കാര്യങ്ങൾ കൂടെ നാം ഓർക്കേണ്ടതുണ്ട്. നിങ്ങൾ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ എന്ന് പറഞ്ഞ അപ്പോസ്തലൻ തുടർന്ന് പറയുന്നത്, അവനിൽ വേരൂന്നണം, ആത്മീക വർധന പ്രാപിക്കണം, ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറയ്ക്കണം, സ്തോത്രത്തിൽ കവിയണം. അപ്പോൾ 4 കാര്യങ്ങൾ കൂടെ ഈ കൂട്ടായ്മ ബന്ധത്തിൽ നിന്ന് നാം പ്രാപിച്ചെടുക്കണം. ഒന്ന്, നാം യേശുക്രിസ്തുവിൽ വേരൂന്നണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ യേശുക്രിസ്തുവിൽ ഒന്നാവുക, യേശുക്രിസ്തുവിൽ വേരൂന്നുക. ഈ വേരൂന്നുക എന്ന് പറഞ്ഞാൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുക, യേശുക്രിസ്തുവിൽ നിന്ന് ശക്തി സംഭരിക്കുക, യേശുക്രിസ്തുവിൽ നിന്ന് വെള്ളവും വളവും എടുത്ത് വളരുക, യേശുക്രിസ്തുവിൻ്റെ ഒരു വൃക്ഷമായി തീരുക, യേശുക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുക. ഇതാണ് വേരൂന്നുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യേശുക്രിസ്തുവിൽ വേരൂന്നിയാൽ ഈ ലോകത്തിൻ്റെ ഒരു കൊടുങ്കാറ്റിനോ ഒരു പേമാരിക്കോ ഒരു പ്രകൃതിക്ഷോഭത്തിനോ നമ്മെ മറിച്ചിടാൻ കഴിയില്ല. യേശുക്രിസ്തുവിൽ വേരൂന്നിയാൽ അവനിൽ നിന്ന് നമുക്ക് പോഷണം ലഭിക്കും. ഒരു ക്ഷീണമില്ലാതെ, ഒരു തളർച്ചയില്ലാതെ നാം ദിനം പ്രതി ഇലക്കൊഴുപ്പുള്ളവരായി, തേജസ്സുള്ളവരായി, ഓജസ്സുള്ളവരായി, ഫലം പുറപ്പെടുവിക്കുന്നവരായി വളരുവാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിൽ വേരൂന്നിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു പ്രകാശം അല്ലെങ്കിൽ ഒരു പ്രശോഭ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, നീതിമാനെക്കുറിച്ച്, ഭാഗ്യവാനെക്കുറിച്ച്, ഭക്തനെക്കുറിച്ച്,
വേദപുസ്തകം ആവർത്തിച്ച് പറയുന്നത് ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഒരിക്കലും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ അവർ ഇരിക്കും എന്നാണ്. യേശുക്രിസ്തുവിൽ വേരൂന്നിയ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ വാട്ടമില്ല, കോട്ടമില്ല, നഷ്ടമില്ല, നേട്ടങ്ങളും ലാഭങ്ങളും പ്രശോഭയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നാം യേശുക്രിസ്തുവിലുള്ള കൂട്ടായ്മയിലാകുമ്പോൾ അവനിൽ വേരൂന്നി അവനിൽ നിന്ന് ഊർജം സംഭരിച്ച് അവന് വേണ്ടി വളർത്തപ്പെട്ട് അവനെ പ്രശോഭിപ്പിക്കുവാൻ ഒരു മഹാഭാഗ്യം നമുക്കവിടെ ലഭിക്കും. രണ്ടാമത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു വയ്ക്കുന്നത് നിങ്ങൾ ആത്മീക വർധന പ്രാപിക്കണം എന്നാണ്. ആത്മീക വർധന പ്രാപിക്കണം. നമ്മളൊക്കെ ആത്മാവിനെ പ്രാപിച്ചവരാണ്, ആത്മാവിൽ നയിക്കപ്പെടുന്നവരാണ്. പക്ഷേ ആത്മീക വർധന പ്രാപിക്കണം. അത് സാധ്യമാകുന്നത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നിലനിൽക്കുമ്പോഴാണ്. നിരന്തരമായ ആത്മബലം, നിരന്തരമായ ആത്മപ്രചോദനം, നിരന്തരമായ ആത്മവർഷം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അതോടുകൂടി വലിയ ആത്മീക വർധനയുണ്ടാവുകയാണ്. ആത്മീക വർധനയുണ്ടാകുമ്പോൾ സന്തോഷം വർദ്ധിക്കും, സമാധാനം വർദ്ധിക്കും, പ്രത്യാശ വർദ്ധിക്കും. നമുക്ക് ദൈവത്തെ സംബന്ധിച്ചുള്ളതായ ശുശ്രൂഷകളിൽ വർധനവ് സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറും. ഈ ഒരു ആത്മീക വർധനവിൻ്റെ ക്ലൈമാക്സിലേക്കാണ് കൂട്ടായ്മ ബന്ധം നമ്മെ കൊണ്ട് ചെന്നെത്തിക്കേണ്ടത്. പലപ്പോഴും ആത്മീയമായി തണുത്ത് തേജസ് നഷ്ടപ്പെട്ട് ഊർജം നഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ക്രിസ്ത്യാനി എന്ന് പേരുണ്ടെങ്കിലും ദൈവ പൈതലിന് ചേരാതെ വണ്ണം പലരും ഇവിടെ നിരാശരായും വളരെ അസ്വസ്ഥരായും ജീവിതത്തിൽ തകർന്നു വീണുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഈ തകർച്ചയെ വലിയ ഉന്നതിയാക്കി മാറ്റാൻ നാം ആത്മീയ വർധന പ്രാപിക്കണം. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഉറയ്ക്കുക. കൂട്ടായ്മ ബന്ധത്തിലിരിക്കുമ്പോൾ ദൈവത്തെ പിരിയാൻ, ദൈവത്തിൽ നിന്നൊരു നിമിഷം അകന്നിരിക്കാൻ നമുക്കിട വരുന്നില്ല. നാം കൂട്ടായ്മ ബന്ധത്തിൽ ഉറയ്ക്കുകയാണ്, അത് വിശ്വാസത്തിൽ ഉറയ്ക്കുകയാണ്. യേശു ക്രിസ്തു മതിയായവൻ, യേശു ക്രിസ്തു എന്നിലിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിലിരിക്കുന്നു, ക്രിസ്തുവാണ് എന്നിലൂടെ ഇപ്പോൾ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും, ക്രിസ്തുവിൻ്റെ ആളാണ് ഞാൻ, ക്രിസ്തുവിൻ്റെ കണ്ണുകൊണ്ടാണ് ഞാൻ എല്ലാം കാണുന്നത്, ക്രിസ്തുവിൻ്റെ കാതുകൊണ്ടാണ് ഞാൻ എല്ലാം കേൾക്കുന്നത്, ക്രിസ്തുവിൻ്റെ നാവ് കൊണ്ടാണ് ഞാൻ എല്ലാം സംസാരിക്കുന്നത്, ക്രിസ്തുവാണ് എൻ്റെ കാലുകൊണ്ട് നടക്കുന്നത്, ക്രിസ്തുവാണ് എൻ്റെ കൈ കൊണ്ട് പ്രവർത്തിക്കുന്നത്, സമസ്തവും ക്രിസ്തു മൂലം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ കർത്താവിനെ എനിക്ക് പിരിയാൻ വയ്യ. ഞാൻ ക്രിസ്തുവിൽ ഒന്നാണ്, ഞാൻ ആഴമായി വിശ്വസിക്കുന്നു. അവൻ എന്നിലുണ്ട്, ഞാൻ അവനിലുണ്ട്. വിശ്വാസത്തിൻ്റെ വലിയ ഉറപ്പ് ദൈവമക്കളെ ഈ കൂട്ടായ്മ ബന്ധത്തിലൂടെ നാം പ്രാപിക്കുന്നു. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു വയ്ക്കുന്നത് സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണം എന്നാണ്. സ്തോത്രം എന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തുതി, ആരാധന എന്ന് നാം മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ ആരാധന എന്ന് പറയുന്നത് പല ആളുകളെ സംബന്ധിച്ചും വിമുഖതയുള്ള ഒരു സംഗതിയാണ്. സത്യത്തിൽ ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തിന് സ്തുതി പറയുക, ദൈവത്തിന് ഹല്ലേലൂയ പറയുക, ദൈവത്തെ ആരാധിക്കുക നാവുകൊണ്ടല്ല, ഹൃദയം കൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉരുത്തിരിഞ്ഞുയർന്നു വരുന്ന ആഴമേറിയ ആരാധന അർപ്പിക്കുവാൻ കഴിയുക. സത്യത്തിൽ ഈ ആരാധന എന്ന് പറയുന്നത് നന്ദി പ്രകടനമാണ്. എൻ്റെ ദൈവം എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ, അവൻ എനിക്ക് തന്നെ തന്നത്, അവൻ എനിക്ക് വേണ്ടി ജീവൻ വെച്ചത്, അവൻ എനിക്ക് വേണ്ടി പ്രാണൻ തന്നത്, അവൻ എനിക്ക് വേണ്ടി രക്തമൂറ്റിയത്, അവൻ എൻ്റെ പാപത്തെ ഹനിച്ചത്, അവൻ എന്നെ വീണ്ടെടുത്ത് ആനന്ദത്തിലാക്കി തീർത്തത് ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളം ആരാധനയ്ക്ക് വേണ്ടി ത്രസിക്കുകയാണ്. തമ്പുരാനെ, ഈ ഭൗമലോകത്തും നിത്യതയിലും എനിക്ക് അനുഭവിക്കാനായി അവിടുന്ന് ഒരുക്കി തന്ന അവർണ്ണനീയമായ രക്ഷയും വീണ്ടെടുപ്പും ഓർക്കുമ്പോൾ അടങ്ങിയിരിക്കാനാകുന്നില്ല. എൻ്റെ ഉള്ളം പൊട്ടുന്നു. ഞാൻ അത്യുച്ചത്തിൽ ആരാധിക്കുന്നു. ദൈവമേ നിനക്ക് സ്തുതി, ദൈവമേ നിനക്ക് സ്തോത്രം, ആരാധന എന്ന ആഴമേറിയ ആരാധനാനുഭവത്തിലേക്ക് ഒരു ദൈവവൈതൽ വരുന്നു. ക്രിസ്തുവിൽ ഒന്നാക്കപ്പെട്ട ഒരാൾക്ക് ഈ ആത്മബന്ധം ഒരിക്കലും പിരിയാനാകാത്തത് കൊണ്ട് അവർ കർത്താവിൽ വേരൂന്നിയും വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ആത്മീക വർധന പ്രാപിച്ചിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതാണ് കൂട്ടായ്മയുടെ പൂർണ്ണത എന്നൊക്കെ പറയുന്നത്. എനിക്ക് കൂട്ടായ്മയുണ്ട് എന്ന് പറയുന്നത് വട്ടം കൂടിയിരിക്കുന്നതിനെ കുറിച്ചല്ല. എനിക്ക് കർത്താവിൽ ഒന്നാക്കപ്പെടുന്ന ഒരു അവർണ്ണനീയമായ ആത്മീയ അനുഭവമുണ്ട് എന്ന നിലയിലേക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരണം.
ആ നിലകളിലേക്കൊക്കെ ആത്മീക വർധന പ്രാപിച്ച് എത്തുവാൻ ഈ കൂടിവരവ്, ഈ ഇരിപ്പ്, ഈ കേൾവി നമുക്ക് മുഖാന്തിരമാകട്ടെ. നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം കൂട്ടായ്മ ബന്ധത്തിനായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വിലപ്പെട്ട സന്ദേശത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കർത്താവേ, വിലമതിക്കാനാകാത്ത ഒരു കൂട്ടായ്മയുടെ വിളംബരമാണിപ്പോൾ ഞങ്ങൾ കേട്ടത്. ഇത് അവിടുന്ന് നാളുകൾക്ക് മുമ്പ് വിളംബരം ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾ ക്രിസ്തുവിൽ ഒന്നാക്കപ്പെടണം. അഭേദ്യമായൊരു കൂട്ടായ്മ ഉണ്ടാകണം. അടുത്ത് നിൽക്കുന്ന അനുഭവമല്ല, പരിചയമുള്ള ഒരനുഭവമല്ല, അതിലൊക്കെ ഉപരി വേർപിരിക്കാനാകാത്ത, ഇഴപിരിക്കാനാകാത്ത ഒരാത്മബന്ധം. കർത്താവെ, ഞങ്ങൾ നിന്നിലും നീ ഞങ്ങളിലുമായിത്തീരുന്ന ഒരനുഭവം. പരിശുദ്ധ കുർബാനയുടെ സംസർഗത്തിലൂടെ അതിൻ്റെ പൂർണ്ണതയിലേക്കുള്ള വളർച്ച. കർത്താവെ, ഇതൊക്കെ ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ പരിപോഷിപ്പിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ പരിപൂർണതയിലേക്ക് എത്തട്ടെ. എന്ന് കേട്ടതിനനുസരിച്ച് ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്താനുള്ള ഭാഗ്യം തരണം. ഞങ്ങളെ അപ്രകാരം അഭിഷേകം ചെയ്ത് നിറയ്ക്കണം. തൃപ്പാദപീഠത്തിൽ വിനയത്തോടെ ഞങ്ങളെ സമർപ്പണം ചെയ്യുന്നു നാഥ. അവിടുന്ന് മഹത്വമെടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.